കയറില്ലാതെ കെട്ടിയിടൽ, ചുവരില്ലാതെ ചിത്രം വരയ്ക്കൽ എന്നിങ്ങനെയുള്ള കലാപരിപാടികളിൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവ് മാവോ അഗ്രഗണ്യനായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ലോകത്തെവിടെയും യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ള അമേരിക്കയെ വിയറ്റ്നാമിൽ വിറപ്പിച്ച ഹോച്ചിമിനും ഇതേ വിദ്യകളിൽ ഒട്ടും പിന്നാക്കമായിരുന്നില്ല. ഗൊറില്ല യുദ്ധശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണമെന്ന് വേണമെങ്കിൽ പറയാം. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സഞ്ചരിക്കുന്നത് ഇതേ വഴിയിലൂടെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാവിക്കൊടിയേന്തിയ ഭാരതാംബയും കാൽ കഴുകലും ഒളിയുദ്ധത്തിനുള്ള ഒന്നാന്തരം ആയുധങ്ങളായി പരിണമിക്കുന്ന കാഴ്ചയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ പദവിയെ ചൊല്ലി ഭരണഘടനാ അസംബ്ലിയിൽ കൊണ്ടുപിടിച്ച ചർച്ച നടന്നിരുന്നു. ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഗവർണർ ആവശ്യമാണെന്ന വാദത്തിനാണ് ഒടുവിൽ അംഗീകാരം കിട്ടിയത്. കേന്ദ്ര നാമനിർദ്ദേശം ചെയ്യുന്നവരായിരിക്കണം ഗവർണർ എന്ന് ഗാന്ധിജിയും നെഹ്റുവും അംബേദ്കറും ഒക്കെ സമവായത്തിലെത്തി. രാഷ്ട്രീയമുക്തമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഗവർണർ നിലകൊള്ളുമെന്ന കാഴ്ചപ്പാടായിരുന്നു അത്. സിദ്ധാന്തവും പ്രയോഗവും പലപ്പോഴും സമാന്തര പാതകളാണ്. 1959 ഇതേ നെഹ്റുവിന്റെ കാലത്താണ് കേരളത്തിലെ EMS മന്ത്രിസഭയെ പിരിച്ചുവിടാൻ ഗവർണർ രാമകൃഷ്ണ റാവു ശുപാർശ ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഗവർണർമാർ കേരള സർക്കാരിന്റെ കളിപ്പാവകളായി. ഇപ്പോഴത്തെ കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ VC പദവികളിൽ അടക്കം നടക്കുന്ന നിയമനങ്ങൾ സ്വജനപക്ഷപാതവും അഴിമതിയും ഉണ്ടെന്നത് തള്ളിക്കളയേണ്ടതില്ല. ഈ നിയമനങ്ങൾക്കെതിരെ ആദ്യം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശബ്ദമുയർത്തിയപ്പോൾ അതിനൊപ്പം വലിയൊരു വിഭാഗം ജനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കളി സമസ്ത ലക്ഷ്മണ രേഖകളും ഭേദിക്കാൻ തുടങ്ങി. ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ സുപ്രീം കോടതി അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ഗവർണർ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശമനുസരിച്ചായിരിക്കണം എന്നാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ താൽക്കാലിക VCമാരുടെ നിയമനം റദ്ദാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിധിയിൽ കേരള ഹൈക്കോടതി ഗവർണറെ ഓർമ്മിപ്പിച്ചതും നിയമനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തന്നെയാണ്. ഗവർണർ ആർലേക്കറിനൊപ്പം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതൊക്കെ മുഖ്യമന്ത്രി പിണറായിക്കും CPMനും ഇപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള ഓർമ്മകളായിരിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഭരണഘടനയുടെ വെളിച്ചത്തിൽ മാർഗനിർദ്ദേശം നൽകേണ്ടവർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അജണ്ടകൾ ഏറ്റെടുക്കുമ്പോഴാണ് ഭാരതാംബയും കാൽക്കഴുകലും രാഷ്ട്രീയ ആയുധങ്ങളാകുന്നത്. കാൽക്കഴുകൽ ഫ്യൂഡൽ വാഴ്ചയുടെ അവശേഷിപ്പാണെന്നാണ് പ്രൊഫസർ M. കുഞ്ഞാമൻ പറഞ്ഞത്. ഗുരുവിനെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഗുരുവിന്റെ പാഠങ്ങൾ സംശീകരിച്ചും വേണ്ടി വന്നാൽ അവയെ തിരുത്തിക്കൊണ്ടുമാണെന്ന് നാരായണ ഗുരുവിന്റെ ശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞതും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കണം. ക്രിസ്തു കാൽ കഴുകിയിട്ടില്ലേ എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയർന്നു വരാം. ക്രിസ്തുവിന്റെ കാൽ കഴുകൽ ഹൈറാർക്കിയുടെ അല്ലെങ്കിൽ ഫ്യൂഡൽ മൂല്യങ്ങളുടെ ലംഘനമായിരുന്നു. തനിക്ക് മുകളിലുള്ളവരുടെയല്ല തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങളാണ് ക്രിസ്തു കഴുകിയത്. ഒരു ഭാഗത്ത് വിദ്യാലയങ്ങളിൽ പുതിയ ആചാരങ്ങൾക്ക് കളമൊരുങ്ങുന്നു, മറുഭാഗത്ത് ഇതേ വിദ്യാലയങ്ങളുടെ മികവ് തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നു. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഇത് വെറും ഭ്രാന്തല്ല, ഇതിനൊരു രീതിശാസ്ത്രവും ആസൂത്രണവുമുണ്ട്. ഇതിൽ തോറ്റുപോകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്, തുലാസിലാവുന്നത് കേരളത്തിന്റെ ഭാവിയുമാണ്.